ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലരും ആവശ്യപ്പെട്ടതുപോലെ തന്നെ നമ്മൾ LGS ബാച്ചിന്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഒരുപാട് എൻക്വയറി വന്നൊരു കാര്യമാണ്, സാർ LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ റയർ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് പോലെ ഓരോ ദിവസവും ഓരോന്ന് പഠിക്കുന്ന രീതിയിലല്ല, LDCക്കും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ LGSന്റെ കാര്യം നമുക്കറിയാം, കഴിഞ്ഞ LGSന് ഹോട്ട് ടോപ്പിക്സ് എന്നൊരു 25 ക്ലാസ് മാത്രം ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് റാങ്ക് നേടാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെസ്സേജുകൾ അതിന്റെ വന്നതാണ്, ഒരുപാട് അതിന്റെ റിവ്യൂസ് വന്നതാണ്. അപ്പൊ അത്രയും ഹെൽപ്ഫുൾ ആയതാണ്. കാരണം നമുക്കറിയാം LGSന്റേതായ ഒരു നിലവാരമുണ്ട്, LGSന്റേതായ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്, ചില ഭാഗങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് അത്രയും എളുപ്പമാവും എക്സാം. ഓക്കെ, അപ്പൊ നമുക്ക് ബാച്ചിന്റെ ഡീറ്റെയിൽസ് പറയാം. ബാച്ചിൽ എന്താണെന്നോ, നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും, എന്താണ് LGS, LDCയും LGSും തമ്മിൽ എങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ഈ ജോലി എന്തായാലും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഏറ്റവും എളുപ്പമാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ ഏറ്റവും എളുപ്പമായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഏറ്റവും എളുപ്പമായ സ്ട്രാറ്റജിയിലും ഏറ്റവും എളുപ്പമായ രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. നമ്മൾ എങ്ങനെയെങ്കിലും കോഡുകളോ കണക്ഷനുകളോ ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാം. ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മൾ പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്യും. കാരണം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകണം. പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ റിവിഷൻ ചെയ്യേണ്ടി വരേണ്ടതുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയും. ഇനി കാണാത്തവരാണെങ്കിൽ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ്, ഞാൻ ഈ പറയുന്ന ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഫുൾ അറിഞ്ഞ ശേഷം ഇതിനു വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം LGS ബാച്ചിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നോക്കാം. ഓക്കെ, ബാച്ചിന്റെ ഡീറ്റെയിൽസും പറയാം, ബാച്ചിൽ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പിന്നെ ബാച്ചിന്റെ ഫീസും കാര്യങ്ങളും, പിന്നെ എത്രയാണ് വാലിഡിറ്റി കാര്യം ഇപ്പൊ തന്നെ പറയാം. നിങ്ങൾക്ക് എന്നാണോ LGS എക്സാം വരുന്നത്, അത് എത്ര വൈകിയാണെങ്കിലും, അതായത് 2027 ഏത് മാസം ആയിക്കോട്ടെ, ആ സമയത്ത്, അതായത് ആ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആവും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് സിമ്പിൾ റാങ്ക് മേക്കിംഗ് മെത്തേഡ്. അതായത് ഇതിൽ LDCക്ക് ഒരു വേറെ രീതിയാണ്, LGSന് മറ്റൊരു രീതിയാണ്. അപ്പൊ LGSൽ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് കൊടുത്താൽ, കുറച്ച് രീതികളിൽ പഠിച്ചു കഴിഞ്ഞാൽ, ചില സ്റ്റെപ്സ് നിങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് നേടാൻ അത്രയും എളുപ്പമായിട്ടുള്ള എക്സാം ആണ് LGS എക്സാം. വളരെ എളുപ്പമാണെന്നല്ല, അതിന് യൂസ് ചെയ്യേണ്ട കുറച്ച് സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എന്നൊരു ക്ലാസ് തരും. ഓക്കെ, ക്ലാസ്സിൽ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ആ ഇൻട്രൊഡക്ഷനിലാണ് നിങ്ങൾക്ക് ഈ സംഭവങ്ങൾ ലഭിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് മെത്തേഡ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ കാര്യം കൂടാതെ നിങ്ങൾ ഒരു 2-3 സ്റ്റെപ്സ് എക്സ്ട്രാ എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ വേരിയേഷൻ ഉണ്ടാവും. അതായത് റാങ്കിൽ നിങ്ങൾ അത്രയും മുകളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചില സ്റ്റെപ്സ് എടുക്കാണ്ട്, അത് ഏത് ബാച്ച്, ഏതൊക്കെ ചാനലിൽ ഏതൊക്കെ ബാച്ച് നിങ്ങൾ എടുത്താലും നിങ്ങളുടെ ഒരു എഫേർട്ടിന് അതിൽ നല്ലൊരു പങ്കുണ്ട്. ഓക്കെ, അത് അവരെത്രയൊക്കെ ക്ലാസ് നിങ്ങൾക്ക് തന്നാലും, അവരെത്രയൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് പഠിച്ചാലും നിങ്ങൾ ഇടേണ്ട ഒരു എഫേർട്ട് ഉണ്ട്. അപ്പൊ ആ എഫേർട്ട് ഏറ്റവും എളുപ്പത്തിൽ ഇടാനുള്ള ഒരു സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു തരും. എങ്ങനെ LGSൽ നിങ്ങൾക്ക് റാങ്ക് വാങ്ങാം, എങ്ങനെയാണ് ചോദ്യങ്ങളുടെ നിലവാരം ഉണ്ടാവുക, എങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് റാങ്ക് കിട്ടുക, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിൽ നിന്നും നല്ല മാർക്ക് വ്യത്യാസം വരാൻ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താ. എല്ലാവരും ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്സ് ആണ്, പക്ഷെ പലർക്കുമുള്ള പ്രശ്നങ്ങൾ പലതാവും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ സൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്കിന് അത്രയും വേരിയേഷൻ വരും. ഓക്കെ, അതിനാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. സിമ്പിൾ റാങ്ക് മേക്കിംഗ് മെത്തേഡ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ നിങ്ങൾ അതിനൊരു ഗ്രാഫ് തയ്യാറാക്കി ഇതിൽ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് കൂടുന്നത് കുറയുന്നത് ഇങ്ങനെ നിങ്ങൾ നോക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറഞ്ഞു തരും. ഓക്കെ, LDCയുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നതെങ്കിൽ അതിന് നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അത് ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ LDC ബാച്ചിന്, അതായത് LDCക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് കണ്ട് അത് മനസ്സിലാക്കി എടുക്കുക. രണ്ടിലും ഏകദേശം ഒരേ ടൈപ്പാണ്, പക്ഷെ സാധനങ്ങൾ വ്യത്യാസം വരും. ഓക്കെ, രണ്ടിനും ഒരേ രീതിയിലല്ല ചോദ്യങ്ങൾ, ഒരേ ടോപ്പിക്സ് അല്ല. ഇതിൽ വരുന്ന പല ടോപ്പിക്സും LDCക്ക് എല്ലാ ടോപ്പിക്സും വരുന്നതാണ് പൊതുവെ പറയാറ്. പാവപ്പെട്ടവന്റെ IAS എന്നറിയപ്പെടുന്നതാണ് LDC അല്ലെ. പക്ഷെ ഇതിന് കൂടുതൽ PSC ഫോക്കസ് കൊടുക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതൊന്നും LDCക്ക് നമ്മൾ അധികം ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. LDCക്കായിട്ട് PSC ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, അതൊന്നും LGSന് വരാനും സാധ്യതയില്ല. അപ്പൊ രണ്ടിനും രണ്ട് രീതിയിൽ PSC ചോദ്യങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മൾ നിങ്ങൾക്ക് കോഴ്സും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഹോട്ട് ടോപ്പിക്സ് ആണ്. ഓക്കെ, അതിൽ നമുക്ക് ഒരുപാട് ഹോട്ട് ടോപ്പിക്സ് വന്നു. LDC ലെവലിലാണെങ്കിൽ ഒരു 200-ലധികം കുറെ ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക്, കുറെ എണ്ണം നിങ്ങൾക്ക് അതിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുപോലെയല്ല LGSൽ വരും. LGSൽ അത്രയും പഠിക്കണം, അതായത് കുറച്ച് കുറയും. എന്നാലും ഒരുപാട് ഇല്ല എന്നല്ല, ഉണ്ട്, അത്യാവശ്യം പഠിക്കാനുണ്ട്, പക്ഷെ കുറച്ച് കുറയും. LDCയുടെ അത്ര ഡീപ്പായിട്ടുള്ളതല്ല, എന്നാലും പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതായത് നവോത്ഥാനം എന്ന ഭാഗം വരുമ്പോൾ ഏകദേശം എല്ലാ ആളുകളെ പറ്റിയിട്ടും നിങ്ങൾ എന്തായാലും LGS ലെവലിൽ അറിഞ്ഞിരിക്കണം. കാരണം നവോത്ഥാനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എക്സാം ആണ് LGS ലെവൽ എക്സാം. അപ്പൊ ഇതിൽ അത്യാവശ്യം ഹോട്ട് ടോപ്പിക്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് എഴുതിയിട്ട് ഒരു ഫോൾഡർ നിങ്ങൾക്ക് അവിടെ കാണും. അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഇതിൽ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ്, മലയാളം ഈ 2 സബ്ജക്ട്സ് നിങ്ങൾക്കില്ല അല്ലെ. മലയാളവും ഇംഗ്ലീഷും നിങ്ങൾക്കില്ല, ബാക്കി സബ്ജക്ട്സ് ആണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഇല്ല, മനസ്സിലാക്കുക. മാത്സ് ഉണ്ട്, പിന്നെ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ എല്ലാത്തിന്റെയും ടോപ്പിക്സ് ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ഇത് കുറയുന്നത് കൊണ്ടാണ് ഈ ടോപ്പിക്സിന്റെ എണ്ണത്തിൽ ഒരു വേരിയേഷൻ വരുന്നത്. അതായത് ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അത്രയും ടോപ്പിക്സ് നമുക്ക് പഠിക്കേണ്ടതില്ല. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയല്ലോ. ഓക്കെ, പിന്നെ ഉള്ളത് SCRT ബൂസ്റ്റർ ആണ്. ഷുവർ ആണ് ചോദിക്കും. ഓക്കെ, ന്യൂ SCRT വന്നത് കൊണ്ട് തന്നെ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് SCRT ചോദിക്കും. SCRTയിൽ നമുക്ക് വരുന്നത് 20 ന്യൂ SCRT. ഓക്കെ, 20 ന്യൂ SCRT പ്ലസ് 5 ഓൾഡ് SCRT പ്ലസ് 5 NCRT. ഓക്കെ, NCRT പൊതുവെ ഇതിന് കാണാനില്ല, പക്ഷേ NCRTയിൽ നിന്നും എടുത്ത് ചോദിക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് അതും തരും. മേ ബി ഇത് കുറച്ചുകൂടെ കൂടാൻ ചാൻസ് ഉണ്ട്. അത് LDCയിലായാലും LGSലായാലും ചിലപ്പോൾ ഈ ന്യൂ SCRT ഒക്കെ കുറച്ച് എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 25 അല്ലെങ്കിൽ 30 ക്ലാസ് ചിലപ്പോൾ ഇത് മാത്രം തരും. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമുക്ക് വിട്ട് കളയാൻ പറ്റാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന്റെയൊക്കെ ടോപ്പിക്സ് നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജൂലൈ 10-നാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയി തുടങ്ങുക കേട്ടോ. അതും മനസ്സിലാക്കുക. ജൂലൈ 10 മുതലേ നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആവും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിന് LGSന് എന്തായാലും LDCക്ക് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടോപ്പിക്സിൽ ഇൻക്ലൂഡ് ചെയ്യാണ് ചെയ്തത്. ടോപ്പിക്സ് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. ഈ സാധനത്തിൽ ഈ ഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇത് ചോദ്യം വരാറുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതിന് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫോൾഡർ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു 10 ക്ലാസ്സുകൾ നിങ്ങൾക്ക് LGS റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അതിൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് തരും. അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരും. അങ്ങനെ ഒരു 10 ക്ലാസ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടി വന്നാൽ ഇനിയും ഞാനത് അപ്ലോഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ എക്സാം ടിപ്സ് അത് നിങ്ങൾക്ക് എക്സാം അടുക്കുമ്പോൾ വരുന്നതാണ്. ഓക്കെ, എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എത്തിച്ചു തരും. പിന്നെ ഈ സാധനമാണ് ഇതിലെ ഏറ്റവും, അതായത് നമ്മൾ ഡയമണ്ട് എന്നൊക്കെ പറയുന്ന സാധനം അതാ ഇതാണ്. ഈ ഒരു സാധനം കൂടെ, അതായത് 50% എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബാക്കി 50% നിങ്ങൾ കൊടുക്കുന്ന ഈ ചെറിയൊരു സ്റ്റെപ്സിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞ, ഒരു 3-4 സ്റ്റെപ്സ് നിങ്ങൾ എടുക്കേണ്ടി വരും. ആ സ്റ്റെപ്സ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് റാങ്ക് ഉറപ്പാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയും എൻ്റെ പഠനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, എനിക്ക് അത്രയും മാർക്കിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. പലരും പറയാറുണ്ട് സാറേ 40-ന് മുകളിൽ പോകുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ പലർക്കും പേഴ്സണൽ ആയിട്ട് തന്നെ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവരത് ചെയ്യുമ്പോൾ അവർക്ക് വേരിയേഷൻ കാണാറുണ്ട്. ഇപ്പൊ എനിക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ പ്രശ്നം ഏത് രീതിയിലായിക്കോട്ടെ, അത് നെഗറ്റീവ് മാർക്ക് വരുന്നതോ അതല്ലെങ്കിൽ ചില സബ്ജക്ട്സിൽ വരുന്ന പ്രശ്നം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പറ്റാത്തതോ, അങ്ങനെ എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിൽ നിങ്ങൾക്ക് വേരിയേഷൻ കാണും. മാർക്ക് നല്ല രീതിയിൽ ഉയരും, അത് ഉറപ്പാണ്. ഓക്കെ, അത് ഷുവറാണ്. പക്ഷേ ഈ സ്റ്റെപ്സ് നിങ്ങൾ തീർച്ചയായും എടുക്കണം. അത് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറയുമ്പോൾ തന്നെ പറയും എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ്. അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവും എത്രത്തോളം ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇത് എത്രത്തോളം എൻ്റെ പഠനത്തെ നല്ല രീതിയിൽ ബാധിക്കും, എത്രത്തോളം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ, പിന്നെ ഹോട്ട് ടോപ്പിക്സ് അവിടെ കിടക്കുന്നുണ്ടാവും, SCRT ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷനും, പിന്നെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്നൊരു സെക്ഷനും അവിടെ ഉണ്ടാവും. പിന്നെ എക്സാം ടിപ്സ്, ലാസ്റ്റ് എക്സാം ആകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത ടോപ്പിക് ആണെങ്കിലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരും. അതുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ LGS സിമ്പിളായി ക്ലിയർ ആക്കാൻ പറ്റും. ആദ്യത്തെ 2 അക്ക റാങ്കിൽ നിങ്ങൾ ഉണ്ടാവും. ഓക്കെ, ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, അതായത് ഈ 4 സ്റ്റെപ്സ് എത്രത്തോളം പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങൾ ആദ്യത്തെ 10 റാങ്കിനുള്ളിൽ വരാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ പറയുന്ന സ്റ്റെപ്സ് അതുപോലെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആസ്വദിച്ച് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് LGS നിലവാരത്തിൽ PSC ചോദിക്കുന്ന ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അത്രയും PSC ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതാണ് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. 80 86 19 57 67. നിങ്ങൾക്ക് ഇനിയും പല ഡൗട്ട്സ് ഉണ്ടാവും. എല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ആപ്പിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. ഇനി അതല്ല നമ്മൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി. പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കുക. അപ്പോൾ അവർ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സിമ്പിളായിട്ട് ആഡ് ചെയ്യും. ആഡ് ചെയ്ത ശേഷം നിങ്ങൾ അറിയിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജൂലൈ 10 മുതൽ ഇവിടെ എന്ത് അവൈലബിൾ ആവും, ക്ലാസ്സസ് അവൈലബിൾ ആയി തുടങ്ങും. ഈ 10 മുതൽ നിങ്ങൾക്ക് ഞാൻ
ഞാൻ പറഞ്ഞു എല്ലാ കോഴ്സും പോലെ ഡേ 1 ഡേ 2 ഇന്ന് ഇത്ര കാര്യങ്ങൾ പഠിക്കുക, നാളെ എത്ര കാര്യങ്ങൾ പഠിക്കുക, ആ രീതിയിൽ ഞാൻ തരാൻ ഉദ്ദേശിച്ചില്ല. കാരണം ഞാൻ പറഞ്ഞു തരുന്ന സ്റ്റെപ്സും ആ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ള, അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് അത്രയും വർദ്ധിക്കും. നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്സിനനുസരിച്ചും ഈ സാധനങ്ങൾ നിങ്ങൾ കവർ ചെയ്യുന്നതനുസരിച്ചും. ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യും അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ആ സ്റ്റെപ്സ് കൂടെ കൊടുത്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു നല്ല മാറ്റം കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് നല്ല 100% കോൺഫിഡൻസ് ഉണ്ടാവും. ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഞാനും ഉണ്ടാവും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഇൻട്രൊഡക്ഷൻ കണ്ട് ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയുന്ന സ്റ്റെപ്സ് കണ്ട് ആ സ്റ്റെപ്സ് മനസ്സിലാക്കി സ്റ്റെപ്സ് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിച്ചറിയുക. ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് 10-ാം തീയതി അൺലോക്ക് ആവും എന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് അൺലോക്ക് ആയിട്ടുണ്ടാവും. 10-ാം തീയതി മുതൽ ഇതിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സസും ലഭിക്കും. അത് കഴിഞ്ഞ് എക്സാം വരെ നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആണ്. എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണാം. ക്ലാസ്സസും അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിലൊന്നും ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാം. ആപ്പിൽ തന്നെ അതിന്റെ ക്ലാസ്സസ് ഉണ്ടാവും, അതിന്റെ നോട്ട്സും ഉണ്ടാവും. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതുകൂടെ ഞാൻ പറയട്ടെ, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് തരുന്നത്. ഞാൻ പറയാറുണ്ട് പലപ്പോഴും, ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ ഇവർക്ക് ഇത് കൃത്യമായിട്ട് എടുത്ത് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഹെഡ്സെറ്റ് വെച്ചോ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിരുന്നാലും പഠിക്കും. ഓക്കെ, കേട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലാസ്സസിൽ നമ്മൾ പറ്റുന്ന അത്രയും റിപ്പീറ്റ് ചെയ്ത് പറയും. ഇതിങ്ങനെ നിങ്ങളുടെ മൈൻഡിൽ വരും. ഓക്കെ, നിങ്ങൾ എന്ത് ജോലിക്കിടയിലാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടായാലും നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചിരിക്കും. ഓക്കെ, ഇനി ബാച്ചിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞുതരാം. ഫീസ് എത്രയാണെന്ന് പറഞ്ഞുതരാം. ഫീസ് നമുക്ക് വരുന്നത് രണ്ടിനും, LDC ബാച്ചിനും LGS ബാച്ചിനും വരുന്നത് ഒരേ ഫീസ് തന്നെയാണ്. 999 രണ്ടിനും ഒരേ ഫീസാണ് കേട്ടോ. ഓക്കെ, അതിൽ നമുക്ക് ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്ട്സിന്റെ ഹോട്ട് ടോപ്പിക്സ് മാറും. അതിന് പകരം നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിന്റെ ഭാഗം വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും. അപ്പൊ രണ്ടിനും ഫീസ് ഒരേ തന്നെയാണ്. ഇവിടെ അതായത് നമ്മുടെ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ മിസ്റ്റർ എജുകാർട്ട് C അല്ല K ആണ് കേട്ടോ. അതായത് മിസ്റ്റർ, നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഇപ്പൊ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടാവും. ഇത് സെർച്ച് ചെയ്യുക, മിസ്റ്റർ എജുകാർട്ട് എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിലേക്ക് സാധാ പോലെ തന്നെ നിങ്ങളുടെ നമ്പറും കൊടുത്ത് ഏത് നമ്പറിലാണോ നിങ്ങൾക്ക് ക്ലാസ് വേണ്ടി അതിൽ ലോഗിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സൈനപ്പ് ചെയ്യുക. അതിനുശേഷം കോഴ്സ് എടുക്കണം. അതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, iOS-ൽ ഇത് അവൈലബിൾ അല്ല കേട്ടോ. ആൻഡ്രോയിഡിൽ മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. iOS-ന്റെ അപ്ഡേറ്റ് നമ്മൾ നടത്തിയിട്ടില്ല. എന്തായാലും വരും കാലങ്ങളിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ, അങ്ങനെ വന്നിട്ടുണ്ടെന്ന്. എന്തായാലും ഇപ്പോൾ നിലവിൽ iOS നമുക്കില്ല. അപ്പോൾ ആൻഡ്രോയിഡ് ആണുള്ളത്. എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പഠിപ്പിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് ഓരോ സ്റ്റെപ്സും പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് നോക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾ നമ്പറും കൊടുത്ത് അതിൽ സൈനപ്പ് ചെയ്ത് ഉള്ളിലേക്ക് പോയ ശേഷം ഇങ്ങനൊരു ഭാഗം ഹോമിൽ കാണും. ഈ റെക്കോർഡഡ് ക്ലാസ് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ഉണ്ടാവുക. പക്ഷേ ചെന്ന് കയറി കൊടുത്തോ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആവില്ല. അറിയാലോ, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ പോയിട്ട് നിങ്ങളുടെ കോഴ്സ് ഏതാണെന്ന് ശ്രദ്ധിക്കുക. ഇതിലിപ്പോൾ കിടക്കുന്നത് 40 ഡേയ്സ് മന്ത്രം, നമ്മൾ പ്രിലിംസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ആ ബാച്ചാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഏതല്ല, ഇതല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വേറെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് വരും. LDC 2020, അതായത് 2027 LDC ബൂസ്റ്റർ, LGS ബൂസ്റ്റർ, അങ്ങനെ ഉണ്ടാവും. ഇത് കണ്ടോ, 2027 LGS ബൂസ്റ്റർ. ഈ കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് LGS-ന്റെ കാര്യമാണ്. അപ്പൊ 2027 LGS ബൂസ്റ്റർ അല്ലേ നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ പോയിട്ട് ഈ സബ്സ്ക്രൈബിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റെപ്സ് തന്നെ, അതായത് നിങ്ങൾക്ക് പേയ്മെന്റിനുള്ള ഓപ്ഷൻ അവിടെ കാണും. പിന്നെ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, അതായത് ഇത് അൺലോക്ക് ആവും. പിന്നെ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടാവും. പക്ഷെ ജൂലൈ 10 മുതലാണ് ക്ലാസ്സസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ, എത്രയും പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സബ്സ്ക്രൈബ് തൊടുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ മാറും. നീലാവില്ല, പിന്നെ പച്ചയോ മറ്റോ കളർ വരും. സബ്സ്ക്രൈബ്ഡ് എന്നിവിടെ എഴുതി കാണിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സബ്സ്ക്രൈബ് ആയിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. ഇനി പേയ്മെന്റ് ചെയ്തിട്ടും ആയിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്യാം. ഞാൻ പറഞ്ഞ നമ്പർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടാവും. 80 86 19 57 67 ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഇനി ഇങ്ങനെ ജോയിൻ ചെയ്യാൻ അതായത് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വരുമോ എന്നൊരു പേടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞ ഇതേ നമ്പറിൽ തന്നെ 80 86 19 57 67 ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് അവരോട് പറഞ്ഞാൽ മതി എനിക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഞാൻ എത്രയാണ് പേയ്മെന്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ഓരോ സംശയങ്ങൾക്കും നിങ്ങൾക്ക് അവിടുന്ന് മറുപടി ലഭിക്കും. അപ്പോൾ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ചോദിച്ചറിയാം. അപ്പോൾ ജോയിൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കഴിഞ്ഞ LGS-ന് നമ്മൾ ചെയ്ത വെറും
ഒരു 25 ക്ലാസ്സസ് ആണ്. അതിൽ ഇത്രയും എഫക്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഇവിടെ ഇത്രയും ഹോട്ട് ടോപ്പിക്സ് എന്നൊരു പറഞ്ഞൊരു സീരീസും SCRT ബൂസ്റ്റർ എന്ന് പറഞ്ഞൊരു സീരീസും റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു സീരീസും പിന്നെ നിങ്ങൾക്ക് പോരാത്തത് എക്സാം ടിപ്സും മോട്ടിവേഷനും പിന്നെ അതും പോരാത്തതിന് അതിൽ നിങ്ങൾക്ക് വേറൊരു ഫോൾഡർ ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. അവിടെയാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ ഇൻട്രൊഡക്ഷൻ തരിക, പിന്നെ അതിൽ മോട്ടിവേഷൻസ് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് വരും. നിങ്ങൾക്ക് അതായത് പലർക്കും പഠനം പലപ്പോഴും തളർന്നു പോകും, പലപ്പോഴും നിർത്തണം തോന്നും, അതായത് ഒന്ന് നിർത്താം, ഇനി കുറച്ചു കാലം കഴിഞ്ഞ് പഠിക്കാം, അങ്ങനെ പലതും തോന്നും. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരിക്കലും പഠനം നിർത്തരുത്. ഇന്ന് മുതൽ തന്നെ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിർത്താതെ തന്നെ മുന്നോട്ട് പോവുക. ഇനി എക്സാം വരെ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഒരു ദിവസം 1 മിനിറ്റാണ് പഠിക്കാൻ പറ്റുന്നത്. അതായത് എന്ത് തിരക്കിലും ആയിക്കോട്ടെ, എങ്ങോട്ടെങ്കിലും പോയി എവിടെ പോയിരുന്നാലും നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യുന്ന ഒരു കുറച്ച് സമയമെങ്കിലും ഉണ്ടാവും. അതാണെങ്കിൽ കൂടെ കുറച്ചും ഇതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. അത്രയും നിങ്ങളുടെ മനസ്സും ഇതിലേക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് വരും. ഇവനിത് ഇത്രയും ആവശ്യമാണ്, അല്ലെങ്കിൽ ഇവൾക്ക് ഇത് ഇത്രയും ആവശ്യമാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ഇമ്പോർട്ടൻസ് ഇത്രയും തിരക്കിനിടയിലും അതിനുവേണ്ടി സമയം കൊടുക്കുന്നത് മനസ്സിന് മനസ്സിലായ മനസ്സും അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ പറയുന്നു, ഒരിക്കലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. എല്ലാ ദിവസവും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് മോട്ടിവേഷന്റെ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അത് 2 ബാച്ചിലുണ്ടാവും. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് എടുക്കുക. LDC ആണ് വേണ്ടതെങ്കിൽ LDC ബാച്ച് എടുക്കുക, LGS ബാച്ച് ആണ് വേണ്ടതെങ്കിൽ അതും എടുക്കുക. ഓക്കെ, ക്ലാസ്സസും അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതും ശ്രദ്ധിക്കുക. ഓക്കെ, ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ എക്സാം കഴിയുന്നത് വരെ നിങ്ങൾക്ക് തീർച്ചയായും ഇത് അവൈലബിൾ ആവും. ഇനി എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഞാൻ പറയുന്നു 80 86 19 57 67 ചോദിക്കുക. മിസ്സാക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും 101% യൂസ്ഫുൾ ആവും. അത്രയും എളുപ്പത്തിൽ നിങ്ങൾ ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. പിന്നെ LGSൻ്റെതായിട്ടുള്ള ഒരു പൾസ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, പൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങാട്ടി മുമ്പ് നമ്മൾ എന്തായാലും എത്തും. ഓക്കെ, ഇതിൻ്റെ ഒരു പൾസ് അറിഞ്ഞ് നമ്മൾ പഠിച്ചാൽ മതി. എങ്ങനെയൊക്കെ ചോദ്യം വരും, ഏതൊക്കെ രീതിയിൽ വരും, പിന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു വേരിയേഷൻ തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരും. ഓക്കെ, പലർക്കും ഉറപ്പാണ്, പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലർക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നതാവും, ചിലർക്ക് ചില സബ്ജക്റ്റ് ആവും പ്രശ്നം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ മാർക്ക് പോകുന്നത് ഏത് രീതിയിലാണ് പോലും മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കും. ആദ്യം ഞാൻ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ശ്രദ്ധിച്ച് കേൾക്കുക, അത് മനസ്സിലാക്കുക, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ മാറ്റം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ തീർച്ചയായും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആദ്യം ആ ഒരു വിശ്വാസം വേണം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ഇപ്രാവശ്യം ഞാൻ നേടും എന്നൊരു വിശ്വാസത്തിൽ പഠിച്ചു തുടങ്ങാനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. തീർച്ചയായും നിങ്ങൾ നേടും. പറയുന്ന ഓരോ സ്റ്റെപ്സും അതുപോലെ ചെയ്യുക. തരുന്ന കാര്യങ്ങൾ പ്രോപ്പറായി അതുപോലെ തന്നെ പഠിക്കുക. ഓരോ ക്ലാസ്സസും അതിൻ്റെ നോട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ നോട്ട്സ് നോക്കി അടക്കൊന്ന് റിവിഷൻ ചെയ്യുക. ഇനി നോട്ട്സ് ഇല്ലാതെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പറ്റുന്നത്രയും പഠിച്ച കാര്യങ്ങൾ നോട്ട്സ് ഇല്ലാതെ മനസ്സിൽ റിവിഷൻ ചെയ്യാൻ നോക്കുക. ഇനി അത് കിട്ടുന്നില്ല തോന്നിയാൽ മാത്രം നോട്ട്സ് എടുത്ത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് പോയിന്റ് എന്നുള്ളത് കിട്ടും. അപ്പോൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. പിന്നെ പറ്റുന്ന അത്രയും ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പറയാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് അത് പറ്റുന്ന അത്രയും പറയുന്നുണ്ട്. SCRT ബൂസ്റ്ററിലും അത് പറ്റുന്ന അത്രയും പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാച്ചിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.